വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ്. വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നു. ചാനൽ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയറായ ഒരു സത്യം ആ ചർച്ചയിൽ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞാൽ എതിർപക്ഷത്തിരിക്കുന്ന മറ്റ് വ്യക്തി നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്റെ നിലപാട് തിരുത്തേണ്ടതെന്ന് എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊരു വാചകം താങ്കളുടെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ എപ്പോഴെങ്കിലും ആരിൽ നിന്നെങ്കിലും കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുസക്ക പറയോ? അതാണ് മുസക്ക പറയോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? വക്താക്കളാണ് വരുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളാണ്. അവർക്ക് CPM-ന്റെ വക്താവാണ് വരുന്നതെങ്കിൽ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കേട്ട് എന്റെ പാർട്ടിയുടെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റുമോ? BJP-കാരൻ പറയുന്നതായിട്ട് പറയാൻ പറ്റുമോ? കോൺഗ്രസ്സുകാരൻ പറയുന്നതായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. രാഷ്ട്രീയം മാത്രമല്ല, ഒരു പൊതുവിഷയത്തിൽ, രാഷ്ട്രീയം മാത്രമല്ല പൊതുവിഷയത്തിൽ സംസാരിക്കുമ്പോഴും എന്റെ ഭാഗം ഞാൻ കൃത്യമെടുക്കുക. ഇപ്പോ ഒന്നുകിൽ ഇപ്പോ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ശരി പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ശരി, നിയമം, ഒരു കോടതി ഒരു വിധി പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർ മാനസികമായി അത് ഉൾക്കൊള്ളും? നമുക്ക് അപ്പോഴും നമ്മുടെ മനസ്സും തലച്ചോറും പറയുന്ന ഒരു ശരി ഉണ്ടാവില്ലേ? വളരെ വിഖ്യാതമായ കേസുകളിൽ വിധി വരുമ്പോ നമുക്കതിൽ ശരി, ഒരു കുറ്റവാളി രക്ഷപ്പെടും, അല്ലെങ്കിൽ കുറ്റവാളിയെ കുറ്റവിമുക്തനായി കോടതി പ്രഖ്യാപിക്കുന്നു. ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര പേര് ബാക്കിയുണ്ടാവും? ഉൾക്കൊള്ളാൻ നിർബന്ധിതരായ ആ ആശയ ഐക്യദാർഢ്യമുള്ള മനുഷ്യരുണ്ടായിരിക്കും. പക്ഷെ അപ്പുറത്തേക്ക് നോക്കൂ, ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. എത്ര പേര് ഉൾക്കൊണ്ടിട്ടുണ്ട്? ഉൾക്കൊണ്ടിട്ടുള്ളവരും ഉൾക്കൊള്ളാത്തവരുമുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾക്കൊണ്ടിട്ടുള്ളവരും ഉൾക്കൊള്ളാത്തവരുമുണ്ട്. ശബരിമല കേസ് കോടതിയുടെ തീരുമാനം ആദ്യം വന്നപ്പോൾ ഉൾക്കൊണ്ടവരും ഉൾക്കൊള്ളാത്തവരും അതിന്റെ പേരിൽ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണോ? അപ്പോ ഒരു മാധ്യമത്തിലിരുന്ന ഒരു മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം പറയുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് ഒരു കാര്യം പറയുന്നു. സുപ്രീം കോടതി പറഞ്ഞിട്ട് അംഗീകരിക്കാത്ത നമ്മള് ഒരാള് പറയുന്നത് കേട്ടിട്ട് അത് ശരിയാണല്ലോ എന്ന് അംഗീകരിക്കുമോ? ഇല്ല. ഇനി ഒരേ കേസിൽ വിചാരണ കോടതി ഒരു വിധി പറയും, സിംഗിൾ ബെഞ്ച് ഒരു വിധി പറയും, ഡിവിഷൻ ബെഞ്ച് ഒരു വിധി പറയും, ഹൈക്കോടതി ഒരു വിധി പറയും, സുപ്രീം കോടതി ഒരു വിധി പറയും. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഉള്ളൂ, ഒരു നിയമ സംവിധാനം അല്ലേ ഉള്ളൂ. പല കോടതികൾക്ക് അതിലൊരു വിധിയാണെങ്കിൽ മനുഷ്യർക്ക് എത്ര വിധി ഉണ്ടാകും? ആ വിധി മനുഷ്യർ തിരക്കാണ് ഇടം, വിവാദത്തിനാണ് ഇടം, സംവാദത്തിന് ഇടമില്ല എന്നുള്ളൊരു വാദം വരുന്നുണ്ട്. അപ്പൊ ആ സംവാദം പ്രേക്ഷകർക്കും ഇഷ്ടമാണ്. നമുക്കിപ്പോ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, തർക്കിക്കാനല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ അറിയാനും അറിയിക്കാനുമുള്ള ചർച്ച കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന് അറിയോ? നിയമസഭയിൽ. എന്താണെന്നറിയാമോ? ഭരണപക്ഷത്തു നിന്ന് ഒരു MLA എഴുന്നേറ്റ് നിന്ന് ഭരണപക്ഷത്തിലെ ന്യായമല്ലേ അങ്ങനെ പറയൂ, എന്തൊരു എളുപ്പമാണെന്നറിയാമോ? ഞാൻ കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരായിരിക്കും. ഞാൻ CPM-നോട് ചോദിക്കാറ്, നമ്മുടെ പാർട്ടി ഇത്ര കഷ്ടപ്പെട്ടിട്ട് ജനങ്ങൾ ഇങ്ങനെയാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും. BJP-കാരുടെ കേന്ദ്ര പദ്ധതികൾ എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് സന്തോഷമായിരിക്കും. നിങ്ങളിത് വാങ്ങുമോ? എനിക്കറിയില്ല. അപ്പൊ ഞാൻ CPM-കാരോട് ചോദിക്കേണ്ടത് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കോൺഗ്രസ്സുകാരോടും BJP-യോടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ മാധ്യമങ്ങൾ കൂടി ഇല്ലെങ്കിൽ ആര് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കൊരു വേദനയില്ല. അപ്പൊ പറയാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിക്കുമ്പോൾ തർക്കമുണ്ടാകും. ഞാൻ അങ്ങോട്ടും തോളിൽ 2 തട്ട് തട്ടി, എന്റെ തോളിൽ ഇങ്ങോട്ടും 2 തട്ട് തട്ടി, ഇത് കഴിയുമ്പം നന്നായിട്ടുണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാൻ കഴിഞ്ഞല്ലോ അല്ലെ എന്ന് ഫോണിൽ വെച്ച് ചോദിക്കുന്ന മാധ്യമപ്രവർത്തനത്തോട് തൽക്കാലം എനിക്ക് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും വേദനയുമില്ല.